ഹലോ മൈ ഡിയേഴ്സ്. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു മാജിക്കൽ ഡേയിനെ കുറിച്ചിട്ട് പറയാം. സോ ഒരു മാജിക്കൽ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിനെ നമ്മൾ തന്നെ സൃഷ്ടിക്കുക, അല്ലേ? നമുക്കൊരു സൃഷ്ടാവുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് ഒരു ദിവസം എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നോക്കിയാലോ? അല്ലെങ്കിൽ ഒരു ദിവസത്തിനെ എങ്ങനെ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് ആക്കി മാറ്റാമെന്ന് നോക്കിയാലോ? എൻ്റെ ജീവിതത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ഞാൻ ക്രിയേറ്റ് ചെയ്തു. സോ എല്ലാ ദിവസവും എനിക്ക് ബ്യൂട്ടിഫുൾ ഡേയ്സ് ആണ്. കാരണം വെച്ചാൽ എൻ്റെ ഓരോ ദിവസവും ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ ഇരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനകത്ത് എന്തൊക്കെയാണ്, എത്രത്തോളം ഹാപ്പിനെസ് അല്ലെങ്കിൽ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെയുള്ള കാര്യം ഞാൻ ഡിസൈൻ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി ഡിസൈൻ ചെയ്തിട്ടാണ് ഉറങ്ങാറുള്ളത്. അതുപോലെ രാവിലെ ഉറക്കമെണീക്കാറുള്ളത്. എന്നെ വെരി റീസെൻ്റ്ലി നടന്ന ഒരു മാജിക്കൽ ഡേയിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഈദായിരുന്നു. സോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ചെറിയ പ്രായം കഴിഞ്ഞതിന് ശേഷം ഇത്രയും മനോഹരമായിട്ട് ഒരു ദിവസത്തിനെ മാറ്റിയത് ഞാനിപ്പോഴാണ്. മറ്റേതൊക്കെ എന്താണ്, ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഫസ്റ്റ് ഞാൻ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എൻ്റെ മകളോടാണ്. കാരണം ഇങ്ങനൊരു ദിവസം ക്രിയേറ്റ് ചെയ്യണമെന്ന് എന്നെക്കാളും ഒരുപാട് ആഗ്രഹിച്ചത് എൻ്റെ മകളാണ്. കാരണം നമ്മുടെ നൊയമ്പ് തുടങ്ങി ഒരു 10 ദിവസമൊക്കെ ആയ സമയത്ത് തന്നെ പുള്ളിക്കാരി ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ സ്വന്തം വീട്ടിൽ ഒരു ഈദ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. സോ അവിടെ വെച്ച് അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സെലിബ്രേഷൻ അവിടെ ചെയ്തിട്ടില്ല. അപ്പം പുള്ളിക്കാരിക്ക് എല്ലാ ദിവസവും ഇരുന്ന് ഇങ്ങനെ പറയും. ദിവസവും ഇങ്ങനെ ഇരുന്ന് പറയും, അവിടെ പോകണം, അവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതൊക്കെയാണ് പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇരുന്ന് പറയും. അപ്പോഴൊക്കെ ഉമ്മ എന്നോട് ചോദിക്കുമ്പോഴും ഞാൻ മറുപടി പറയാം പറയാം പറയാം, ഇതാണ് എൻ്റെ മറുപടി എന്ന് പറയുന്നത്. അപ്പം മറുപടി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നായിരുന്നു ഓർക്കാപ്പുറത്തായിരുന്നു എന്ത് ചെയ്തത്, പെരുന്നാൾ വന്നതല്ലേ. അതായത് ഒരു 29 ആ ഒരു ദിവസം വന്ന് ഹസ്ബൻഡ് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, എന്തായാലും പെരുന്നാളില്ല, പിറ്റേ ദിവസമാണ് പെരുന്നാൾ എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഒരു ദിവസം കൂടി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പള്ളിയിൽ നിന്ന് തക്ബീർ കേൾക്കുന്നത്. അപ്പോൾ തക്ബീർ കേട്ടപ്പോൾ മനസ്സിലായി, ഓ സംഭവം നാളെയാണ് പെരുന്നാൾ എന്നുള്ള കാര്യം. അങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പം എല്ലാ ഗ്രൂപ്പുകളിലും മെസ്സേജസ് വന്നു തുടങ്ങി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒന്നുമില്ല. കാരണം വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. കാരണം ഇനിയും ഒരു ദിവസം മുന്നോട്ടുണ്ടല്ലോ എന്നുള്ള രീതിക്കായിരുന്നു. ഓക്കെ, പെട്ടെന്ന് തന്നെ ഓക്കെ ഓക്കെ എന്തായാലും നമുക്കിനി കുറച്ച് സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ പെരുന്നാളിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. ഫസ്റ്റ് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, എന്തായാലും കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറച്ചിക്കടകളുടെ ഫ്രണ്ടാണ് ഭയങ്കര ക്യൂ നിൽക്കുന്നത്, അല്ലേ? അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സംഭവം മട്ടണൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അരിയൊക്കെ കൊണ്ട് കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്കിങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ കുടുംബ വീട്ടിൻ്റെ അവിടെയൊക്കെ പോകുന്നതും കുറച്ച് നേരം സംസാരിക്കുന്നതും ഒക്കെ. പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസം ഓക്കെ, പിറ്റേ ദിവസം ഉള്ള ഫുഡ്, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഇന്ന ഇന്ന ഫുഡൊക്കെ വെക്കണമെന്ന് എനിക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു ദിവസം രാവിലെ മുതൽ ആ ഒരു പ്രിപ്പറേഷൻസ് വളരെ വലുതായിട്ടൊന്നും അല്ലെങ്കിലും ചെറിയ രീതിക്ക് എല്ലാം ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ ഒരു നോമ്പിന്, ഈ ഒരു റമദാൻ മാസത്തിന് എനിക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി നോമ്പ് അല്ലെങ്കിൽ നോമ്പ് എന്താണ് ബ്രേക്കിംഗ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. കൂടുതലൊന്നും ഓയിലി ഫുഡൊന്നും അല്ലാതെ ഒന്നെങ്കിൽ ഒരു സ്റ്റീംഡ് ഫുഡോ അല്ലെങ്കിൽ കുറച്ച് ഷുഗറൊക്കെ ഒക്കെ കുറച്ചിട്ടുള്ള അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഈ ഒരു വർഷം. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതിനേക്കാളും കുറച്ചും കൂടി ഒരു പടി മുകളിലോട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പം ഞാൻ ഈ ഒരു 2026 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് റെസൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ഷുഗർ കട്ട് ചെയ്യുക, അതുപോലെ മൈദ കട്ട് ചെയ്യുക എന്നുള്ള രീതി. പക്ഷെ അതൊക്കെ എനിക്ക് ഇപ്പം ഒരു 3 മാസമായിട്ടും അതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഫുഡിൻ്റെ ഇതിനകത്തും ചെയ്യുന്നുണ്ട്. അപ്പം സാധാരണയായിട്ട് എൻ്റെ രണ്ടാമത് മകന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കിണ്ണത്തപ്പം. അപ്പം നോമ്പ് സമയത്ത് കിണ്ണത്തപ്പം കണ്ടിന്യൂസ് ചെയ്ത് അവനിങ്ങനെ കടകളിൽ പോകുമ്പോൾ കിണ്ണത്തപ്പം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോകും. പക്ഷെ അവൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കിണ്ണത്തപ്പം ഉണ്ടായി. അവന് ഭയങ്കര സന്തോഷവും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അങ്ങനെ കിണ്ണത്തപ്പം പോലും നമ്മൾ സാധാരണയായിട്ട് വൈറ്റ് ഷുഗറിലല്ലാതെ നമ്മളല്ല ശർക്കര ആ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതെല്ലാം നാച്ചുറലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ആവശ്യം രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം വെച്ചാൽ ഫ്രൈഡേ ആകുമ്പോൾ രാവിലെ ഇപ്പം ആക്ച്വലി ഇപ്പോൾ സാറ്റർഡേ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ദിവസം മാജിക്കൽ ഡേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരത്തില്ല. വരും, എന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അത്ര ചിലപ്പോൾ എത്തിയെന്ന് വരത്തില്ല. രാവിലെ സാധാരണയായിട്ട് എൻ്റെ ഇളയ ആളൊന്ന് വിളിച്ചുണർത്താനാണ് പാട്. പക്ഷേ എന്താണ് സംഭവിച്ചത്, ഇളയ ആൾ പെട്ടെന്ന് ഉറക്കം എണീക്കുകയും മൂത്തയാൾ കിടന്നുറങ്ങുകയും ചെയ്തു.
അങ്ങനെ എല്ലാവരും പള്ളിയിലൊക്കെ പോയി നമസ്കരിച്ചു. എല്ലാ കാര്യങ്ങളും ഞാനും മകളുമായിട്ട് വീട്ടിൽ നിന്ന് നമസ്കരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് അടുത്ത ഒരു ഇത് വരുന്നത്. എൻ്റെ മകള് എനിക്ക് തന്ന ഒരു ഏറ്റവും വലിയൊരു ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു ഡേയുടെ ഒരു സ്റ്റാർട്ടിങ് അവിടെയാണ് വരുന്നത്. അങ്ങനെ കുടുംബ വീട്ടിലോട്ട് പോയി. അങ്ങനെ വളരെ സന്തോഷമായിട്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം പോയിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളൊന്ന് ബീച്ചിലോട്ട് പോയി. കുറേ നാളായില്ലേ ബീച്ചിലൊക്കെ പോയിട്ട് നമ്മൾ എല്ലാവരും കൊണ്ട്. അപ്പം എൻ്റെ സിസ്റ്ററും എൻ്റെ അമ്മയൊക്കെ കൊണ്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ബീച്ചിലോട്ടൊക്കെ പോയി. പക്ഷെ ബീച്ചിൽ പോയ സമയത്ത് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അവിടം വരെ പോയിട്ട് ഒരു വണ്ടി ഇടാനുള്ള ഒരു സ്പേസും ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളപ്പോൾ നമ്മൾ ആ ബീച്ചിലോട്ട് എൻ്റർ ചെയ്യുന്ന അവിടെ ആൾക്കാർക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴി കണ്ടായിരുന്നു. ഓക്കെ. അപ്പം അവിടെ ഒന്നും വണ്ടി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഓക്കെ അങ്ങ് വരെ പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്ന് നമ്മൾ വന്ന സ്ഥലത്ത് നമുക്കൊരു വണ്ടി ഇടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും നേരം വരെ അവിടെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വണ്ടി ഇടാനുള്ള സ്പേസ് കിട്ടി. വണ്ടി കിട്ടും. കുറേ നേരം ബീച്ചിലൊക്കെ നിന്നു. പക്ഷെ ഉമ്മയ്ക്കും സിസ്റ്ററിനൊക്കെ കാല് കിടക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഇല്ലായിരുന്നു. അത്ര ഇതായി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലൊക്കെ വന്നു. തിരിച്ച് വളരെയധികം ജോലി എനിക്ക് തോന്നുന്നു പിന്നെ അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ 2 മക്കളും അതായത് 3 പേരുണ്ടെങ്കിലും 3 പേർക്ക് അത് മോൾക്ക് ഇച്ചിരി പേടിയായിരുന്നു. ബാക്കി 2 പേരും ഭയങ്കരമായിട്ട് ബീച്ചിൽ നിന്ന് കയറി വരാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇതിന് മുമ്പൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാനിങ്ങനെ പിടിച്ച് പുഷ് ചെയ്ത് കാലിങ്ങനെ നനപ്പിച്ച് വന്നുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇവരിങ്ങനെ ഓരോ തിര വരുമ്പോഴും വാ തര വാ തര ഇങ്ങനെ കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര അപ്പം അവർക്കും ആ ഒരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ എനിക്ക് കൊടുക്കാനായിട്ട് പറ്റി. മോറോവർ എനിക്കും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നാൽ വീണ്ടും രാത്രിത്തെ ഡിന്നർ. അപ്പം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഈ പ്രാവശ്യം ഇഷ്ടമുള്ള ഫുഡൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാത്രി വീണ്ടും ഭയങ്കര എന്താണ് ഭയങ്കര മടിക്ക് പകരമായിട്ട് സാധാരണ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഭയങ്കര ഒരു ടയേർഡ് ആവുമല്ലേ. അപ്പോൾ ആ ടയേർഡൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഒരു ഡിഷ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ആ രാവിലെ അപ്പം ഭയങ്കര ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് എനിക്ക് തോന്നുന്നു അത്രയും ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു പെരുന്നാളൊക്കെ വളരെ കുറവാണ് എൻ്റെ ലൈഫിൽ. പല പെരുന്നാളുകൾ എനിക്ക് തോന്നുന്നു 2-3 വർഷത്തിന് മുമ്പൊക്കെ എൻ്റെ പെരുന്നാളൊക്കെ ഭയങ്കര ശോകമായിരുന്നു. കാരണം ചില സമയങ്ങളിൽ മകന് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ എൻ്റെ ഇൻലോയ്ക്ക് ഇടയ്ക്ക് വയ്യാണ്ടിരുന്നപ്പോൾ അന്ന് ആ ഒരു സമയത്ത് പെരുന്നാളേ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ലിറ്ററലി അന്ന് രാവിലെ അത്രയും അത് തലേ ദിവസമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വന്നിട്ട് പിറ്റേ ദിവസം കിടന്നുറങ്ങുന്ന അതുപോലെ വേറൊരാൾ നമുക്ക് ഫുഡ് കൊണ്ട് തന്ന് അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്കുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് അതായത് എത്രത്തോളം പഠിച്ചവൻ എത്രത്തോളം നന്ദി പറയണമെന്ന് അറിയത്തില്ല. അത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പെരുന്നാളായിരുന്നു. സോ നമ്മുടെ മാജിക്കൽ ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം അതായത് ഇതുപോലെ തന്നെയാണ് ഓരോ ദിവസവും എൻ്റെ ലൈഫിൽ കടന്നു പോകുന്നത്. ഞാൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. അപ്പം ഈ ഒരു കാര്യം എനിക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പം ഇന്ന ദിവസം അയ്യോ ഇത്രയും മോശമാണോ എന്ന് പറയുന്നതിന് പകരം ആ ഒരു ഉറങ്ങി എണീറ്റതിന് നിങ്ങൾ അൽഹംദുലില്ലാ പറയുക അല്ലെങ്കിൽ നന്ദി പറയുക. നിങ്ങൾ എന്താണോ ഭാഷ യൂസ് ചെയ്യുന്നത് അതങ്ങ് പറയുക. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഓരോ കാര്യങ്ങൾ തൊടുന്ന സമയത്തും അതിനകത്ത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മാജിക്കൽ ഡേ എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാജിക്കൽ ഡേ നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു എന്താ പറയുക ഒരു സക്സസ് അല്ലെങ്കിൽ അതുപോലുള്ളൊരു സന്തോഷം വേറെ ഇല്ല കേട്ടോ. അത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുക. പക്ഷെ നമ്മുടെ ആകെ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ജീവിതം എന്ന് പറയുന്ന ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യം. സത്യം പറഞ്ഞാൽ എല്ലാ ആളുകളും ജീവിക്കുന്നത് മറ്റുള്ളവർക്കാണ് വേണ്ടി. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാൽ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർക്ക് കൊണ്ട് നമ്മൾ ജീവിക്കും. അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഓഫ് ഇനി എന്തിനാ ജീവിതം, എത്രയൊക്കെ ആയില്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ആ, ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ജീവിതം നമ്മൾ ജീവിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ജീവിതത്തിനെ കണ്ണു തുറന്ന് കാണാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഒരു സമയത്ത് എനിക്കും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. കാരണം വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ എന്തിനീ ഒരു ജീവിതം എന്ന് പോലും ഞാൻ ചിന്തിക്കുന്ന പല സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് സ്വർഗീയമാണ് ചോദിക്കുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. കാരണം വെച്ചാൽ ജീവിതത്തിൻ്റെ മനോഹരത കാണാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതം ജീവിച്ച് തീർത്തില്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പം ഈ ഒരു മാജിക്കൽ ഡേ നിങ്ങൾ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യണം. രാവിലെ ഉറക്കം എണീറ്റിട്ട് നിങ്ങൾ കുറ്റം പറയുന്നതിന് പകരം ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ കൈയെടുത്ത് പറയുന്ന പ്രാർത്ഥിക്കുന്ന സമയം കൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ദിവസമാണ് ഇന്ന് എന്ന് നിങ്ങൾ ഓൾറെഡി ആ ദിവസം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ചോദിക്കും, എന്ത് ബുദ്ധിമുട്ടാവട്ടെ, എന്ത് പ്രശ്നമാവട്ടെ, നമുക്കത് സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ കയ്യിൽ തന്നെയാണ് സൊല്യൂഷൻ ഉള്ളത്. അല്ല വേറെ ആരും നമുക്ക് സൊല്യൂഷൻ കൊണ്ട് തരത്തില്ല. നമ്മൾ സന്തോഷമാണെന്ന് വിചാരിച്ചാൽ സന്തോഷമായിരിക്കും. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. രാവിലെ ഒരു ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക. രാവിലെ ഉറക്കം എണീറ്റിട്ട് നിങ്ങൾ ആരെയും ഒരു കുറ്റവും പറയരുത്. ഒരൊറ്റ കുറ്റം പോലും പറയരുത്. ഒരു സാധനത്തിനെ കണ്ടാലും കുറ്റം പറയരുത്. നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയിട്ട് നിങ്ങൾ കുറ്റം പറയരുത്. ഒന്നും കുറ്റം പറയാതെ കാണുന്ന എല്ലാത്തിനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് നിങ്ങൾക്കന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു ദിവസം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ് നിങ്ങൾക്കൊക്കെ ഉണ്ടായി. അതൊന്നിനെ പറ്റി ഒന്നും നിങ്ങൾ ചിന്തിക്കാതെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ളൊരു ദിവസം വരും. ഈ ഒരു ദിവസം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിൽ ഇടുക, മാജിക്കൽ ഡേ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ടോപ്പിക്സുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഇടാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ജേർണി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻ ഇങ്ങനെയുള്ള ജേർണി നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് ഫ്രീ വെബിനാർസും ക്ലാസ്സസൊക്കെ വരുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.